കവിയും കഥാകാരിയും സാംസ്കാരിക പ്രവർത്തകയും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥയുമായ ശ്രീമതി ബിന്ദു മാമാണ്. 50-ൽ പരം പുസ്തകങ്ങൾ ശ്രീമതി ബൃന്ദ മാം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ ചടങ്ങിൽ ആശംസ നേരുന്നത് സിനിമാ സംവിധായികയും പബ്ലിഷറുമായ ശ്രീ കനകരാഘവൻ സാറാണ്. 8.25 സെക്കൻഡ് എന്ന അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം വളരെ ശ്രദ്ധേയമാണ്. ശ്രീമതി ബിന്ദു ഇന്ദിരയുടെ എന്നിൽ തളുത്ത ഞാൻ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കാനായി ബഹുമാനപ്പെട്ട പന്ന്യൻ രവീന്ദ്രൻ സാറിനെയും ഏറ്റുവാങ്ങുവാനായി പ്രിയപ്പെട്ട ബൃന്ദ മാമിനെയും ക്ഷണിക്കുന്നു. വേദിയിലുള്ള പ്രിയപ്പെട്ടവർ, കവി ബൃന്ദ, കനക രാഘവൻ, നമ്മുടെ പുസ്തകത്തിൻ്റെ എഴുത്തുകാരി ബിന്ദു ഇന്ദിര, പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു പുസ്തകം എഴുതുക എന്ന് പറയുന്നത് ഏറെ പരിശ്രമത്തിൻ്റെയും ഒരുപാട് ആലോചനയുടെയും ഭാഗമാണ്. ഇവിടെ ബിന്ദു ഇന്ദിര എഴുതിയ നോവൽ വളരെ പ്രസക്തമായ ഒരു നോവലാണ്. നോവൽ സാഹിത്യ രംഗത്ത് സ്ത്രീകളുടെ എണ്ണം വളരെ കുറവാണ്. കഥാകാരികളും കുറവാണ്. സ്ത്രീകൾ പ്രധാനമായും കാവ്യരംഗത്താണ് അവരെ സംഭാവന. ഇവിടെ തന്നെ നമുക്ക് കാണാമല്ലോ, ബൃന്ദ നിരവധി കവിതകൾ എഴുതി കവിതകളുടെ ഒരു കോട്ട കെട്ടിയ ആളാണ്. എന്നാൽ നോവൽ രംഗത്ത് അറിയപ്പെടുന്ന ആളുകളും വളരെ പരിമിതമായിരുന്നു. ഒരു ഘട്ടത്തിൽ നമ്മുടെ നാട്ടിലൊരു ചർച്ച വന്നു, പെണ്ണെടുത്ത് റിസർവേഷൻ വേണമെന്ന്. സ്ത്രീകളുടെ കൃതികൾക്ക് നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേക പരിഗണന വേണമെന്നാണ് അതിൻ്റെ അർത്ഥം. ആ പെണ്ണെടുത്തിൻ്റെ പ്രത്യേക പരിഗണന ഇല്ലാതെയാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഈ നോവലിസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നത്. എന്നിൽ തളിർത്ത ഞാൻ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. വളരെ പ്രസക്തമായ പേരാണ്. ജീവിതം എന്നത് ഒന്നേ ഉള്ളൂ. ആ ജീവിതം നമ്മൾ ജീവിച്ചു തീർക്കണം. മോഹങ്ങൾ ഒരുപാടുണ്ടാവാം. ആ മോഹങ്ങൾക്കെല്ലാം പരിധിയുണ്ട്, പരിമിതിയുണ്ട്. എല്ലാത്തിനും റിസർവേഷനുണ്ട്. പഴയ കാലത്താണെങ്കിൽ പിന്നെ പ്രശ്നമില്ല, എത്ര വർഷം വേണമെങ്കിലും ജീവിക്കാം പഴയ കാലത്ത്. അതാണ് നമ്മളെ പുരാണങ്ങൾ പറയുന്നത്. വാൽമീകി മഹർഷി അദ്ദേഹം 6000 വർഷം മണ്ണിൻ്റെ അടിയിൽ ജീവിച്ചു എന്നാണ്. അപ്പം അന്ന് പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമെല്ലാം ഇത്ര വയസ്സ് വരെ ജീവിക്കാം എന്നൊരു ചട്ടമില്ലായിരുന്നു. അതുകൊണ്ട് ഇഷ്ടം പോലെ ജീവിക്കാം. പക്ഷെ നമ്മളെ ജീവിതത്തിന് ലിമിറ്റുണ്ട്. ആ ജീവിതകാലത്ത് നാം ചെയ്യുന്ന സേവനങ്ങളാണ് നമ്മുടെ പേരിൽ കുറിക്കപ്പെടുന്നത്. ഇവിടെ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥയായ ബിന്ദു ഇന്ദിര, എനിക്ക് തോന്നുന്നു 2ാമത്തെ നോവലാണിതെന്ന്. അവർ ജോലി ചെയ്യുകയും എഴുതുകയും ചെയ്യുന്നു. എഴുത്ത് എന്നത് കത്തെഴുതും പോലെ എഴുതാൻ പറ്റില്ലല്ലോ.
എഴുത്ത് എന്നത്, ആ എഴുതാനുള്ള ആസക്തി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ പരുവപ്പെടുത്തിയെടുത്ത് നമുക്ക് എഴുത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരണം. കത്തെഴുതുന്നതിന് ഇപ്പം പ്രയാസമാണ്. കത്തുകൾ പഴയതുപോലല്ല. ഇപ്പം കത്തെഴുതുന്നത് മിക്കവാറും നമ്മൾ വാട്സപ്പിലാണ് കത്തെഴുതുക. അങ്ങനെ മാറി മാറി വന്നു. സോഷ്യൽ മീഡിയൻ്റെ വരവോടുകൂടി എഴുത്തിൻ്റെ തലം ഒരുപാട് മാറി. എന്നാൽ ഇവിടെ എന്നിൽ തളിർത്ത ഞാൻ എന്ന നോവൽ മലയാളികൾക്ക് ഒരു പുതിയ സന്ദേശം അവതരിപ്പിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ സ്ത്രീകൾക്ക് എഴുതുക എന്ന് പറയുന്നത് സ്ത്രീകൾ എഴുത്തിൻ്റെ രംഗത്ത് വളരെ പരിമിതമായൊരു കാലം. ആ കാലത്ത് വളരെ അപൂർവമായേ സ്ത്രീകൾ വരാറുള്ളൂ. ഇപ്പോൾ സ്ത്രീകൾക്ക് ഒരു നിരോധനവുമില്ല, ഒരുപാട് പ്രോത്സാഹനമുണ്ട്, എഴുതാനുള്ള സന്ദർഭമുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിൻ്റെ ഇപ്പോഴത്തെ പൊതുസ്ഥിതി എന്താ? നമ്മുടെ നാട്ടിൻ്റെ പൊതുസ്ഥിതിയിൽ ഇപ്പം തിന്മയുടെ അളവ് കൂടുന്ന ജീവിതം മാറുന്നു. തിന്മ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അളവ് അനുസരിച്ച് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. നാട് വളരുന്നുണ്ട്, നാട്ടിലെ ജീവിതത്തിൽ ഒരുപാട് മാറ്റമുണ്ട്, തിന്മയുടെ അളവുകൾ കൂടുകയും ചെയ്യുന്നു. ഇപ്പം ഞാൻ ഇന്നലെ ഒരു വാട്സപ്പിൽ ഒരു സ്കൂള് കണ്ടു. ഒരു സ്കൂളിലെ ഒരു ക്ലാസ്. ആ ക്ലാസ്സിലെ കുട്ടികളെല്ലാം പോയിട്ട് അവർ യൂറിൻ പാസ് ചെയ്യാനുള്ള സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരിക്കുക. എല്ലാം 10ഉം 12ഉം വയസ്സുള്ള കുട്ടികളാണ്. അവരെല്ലാവരും പുകവലിച്ചുകൊണ്ടിരിക്കുക. പുക വലിക്കുന്ന വെറും പുകയല്ല, ആ പുക മയക്കുന്ന പുകയാണ്. മയക്ക് പുക. നമ്മൾ പലപ്പോഴും പറയും മയക്ക് വെടിവെക്കും ആനയെ പിടിക്കാൻ വേണ്ടി. ഈ പുക കുട്ടികളെല്ലാം മാറി മാറി ഉപയോഗിക്കുക. ഒരു ക്ലാസ്സിലെ മിക്കവാറും കുട്ടികളെല്ലാം. അതേക്കുറിച്ച് നിസ്സഹായിയായ ഒരു ടീച്ചർ പറയുന്ന വാക്കുണ്ട്. ആ ടീച്ചർ പറയുന്നു, ഞാൻ നിസ്സഹായനാണ്, എനിക്ക് ഇതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. കാരണം എന്താ? 2-3 കാര്യങ്ങളാണ്. ഒന്ന്, നിയന്ത്രിക്കാൻ പോയാൽ ചിലപ്പം അവർ പോലീസ് സ്റ്റേഷനിൽ പോകണം. കാരണം ഞാൻ ഓർക്കുക, എൻ്റെ ചെറുപ്പകാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു അടി അധ്യാപകൻ തന്നപ്പം ആ ഒരൊറ്റ അടിയാണ് എന്നെ ഒരു കാര്യത്തിൽ കൃത്യമായി എന്നും പോകണമെന്ന് ഒരു മുന്നറിയിപ്പാടി. ഇപ്പം നമ്മൾ അധ്യാപകന്മാർ അടിയുണ്ടോ? ഇല്ല. അടിച്ചാൽ പ്രശ്നമായി. ഇപ്പോൾ അത് വേറെ, ഞാൻ ആ ഭാഗത്തേക്ക് പോവല്ല. നമ്മളെ സ്കൂളുകളിൽ ഇപ്പം ഒരുപാട് മയക്കുമരുന്ന് വിൽപ്പന കേന്ദ്രങ്ങളായി മാറുന്നു. എന്താ തടയാനെന്താ വഴി? ഈ മയക്കുമരുന്ന് കേന്ദ്രങ്ങളായി മാറുന്നതിന് തടയാൻ നമുക്ക് സംവിധാനമുണ്ട്. എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ഈ മയക്കുമരുന്ന് ഗ്യാങ്ങും നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനവും തമ്മിൽ പലയിടത്തും ലിങ്ക് ചെയ്യുന്നു. അവരൊരുമിച്ച കേരളത്തിൽ കൊണ്ടുവന്ന് വിൽക്കുന്ന മയക്കുമരുന്നിൻ്റെ കണക്ക് ആർക്കും അറിയില്ല. കോടാനുകൂടി രൂപയാണ്. അത് പലരും ഭാഗിച്ചെടുക്കുന്നു. മനുഷ്യൻ്റെ ജീവിതം പോയാലെന്താ? അവന് കാശ് പോലെ. ആ കാശാണല്ലോ പ്രധാനം. കാശിന് വേണ്ടി ജീവിതം കൊണ്ട് തകർക്കുക. നമ്മൾ സ്കൂളുകളിലും കോളേജുകളിലും പഴയ കാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളും അധ്യാപകന്മാർ പറഞ്ഞു വരുന്നത്. അധ്യാപകന്മാർ നല്ലോണം ഹോം സ്റ്റഡി നടത്തിയാണ് നമ്മളോട് കാര്യം പറയുന്നത്. എനിക്ക് പൂതപ്പാട്ട് പഠിപ്പിച്ചെന്ന അധ്യാപകനാണ് എൻ്റെ ക്ലാസ്സിലെ പാഠപുസ്തകത്തിലൂടെയല്ല. അദ്ദേഹം പഠിപ്പിച്ചതെന്തിനാ? അമ്മ എന്നത് എന്താണെന്ന് നമ്മളെ പഠിപ്പിക്കാനാണ്. ഇപ്പം അധ്യാപകന്മാർ സ്റ്റഡി ചെയ്ത് പഠിപ്പിക്കാറുണ്ട്. ഏത്? നമ്മുടെ ONVയുടെ അമ്മ.
ഒലിമ്പിയുടെ 9 പേരവർ കൽപ്പണിക്കാർ ഓരമ്മ പെറ്റവരായിരുന്നു. ആ കാവ്യം പഠിപ്പിക്കുക എന്ന് പറയുന്നത് പാഠപുസ്തകത്തിലുള്ളതല്ല. കുട്ടികളെ പുതിയ ജീവിതത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയെപ്പറ്റി കുട്ടികളെ പഠിപ്പിക്കുക. അങ്ങനെ പഠിപ്പിക്കാനുള്ള സംവിധാനമുള്ളപ്പം കുട്ടികളെ കൊണ്ടുപോയി മയക്കുമരുന്നിൻ്റെ കേന്ദ്രത്തിലേക്ക് മാറ്റുന്ന ഒരു രീതി ഉണ്ട് എന്ന കാര്യം കൂടി സാന്ദർഭികമായി ഇവിടെ പറയാം. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് എന്നിൽ തളിർത്ത ഞാൻ എന്ന നോവലിലൂടെ നമ്മുടെ മനുഷ്യരാശിയുടെ മുമ്പിൽ അവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന വികാരം കൃത്യമായി പകർത്തി വച്ചിരിക്കുന്നു. അത് നിങ്ങൾ വായിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അവരുടെ 2ാമത്തെ നോവലാണ്. നോവൽ സാഹിത്യത്തിൽ അവർക്കൊരു അടയാളപ്പെടുത്തലാണ് ഈ നോവൽ എന്നുകൂടി ഞാൻ പറയട്ടെ. ഈ നോവൽ നിങ്ങൾ വാങ്ങണമെന്ന് ഒന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുഭവത്തോടുകൂടി ഈ നോവൽ ഞാനിവിടെ പ്രകാശം ചെയ്ത് അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തതായി പുസ്തകം ഏറ്റുവാങ്ങിയ ശ്രീമതി ബൃന്ദ മാമിനെ 2 വാക്ക് സംസാരിക്കാനായി ക്ഷണിക്കുന്നു. ആദരണീയ ശ്രീ പന്നൻ രവീന്ദ്രൻ സാർ, ശ്രീ കനകരാഘവൻ സാർ, നോവലിസ്റ്റ് ശ്രീമതി ബിന്ദു ഇന്ദിര, പ്രിയപ്പെട്ടവരെ, ബിന്ദു ഇന്ദിരയുടെ എന്നിൽ തളിർത്ത ഞാൻ എന്നാണ് നോവലിൻ്റെ പേര്. ആ പേര് നമ്മളെ പലതും സൂചിപ്പിക്കുന്നുണ്ട്. ഒരിക്കലും ഇനി ഒന്നും തളിർക്കാത്ത മരുഭൂമിയായി പോയ ഒരിടത്ത് എന്തൊക്കെയോ തളിർത്തു വരുന്നു. പ്രത്യാശയുടെ, പ്രതിരോധത്തിൻ്റെ, അതിജീവനത്തിൻ്റെ തളിർപ്പുകൾ, പൂക്കൾ, കിളിർപ്പുകൾ ഒക്കെ അവിടെ ഉണ്ടാകുന്നു എന്നാണ് ഈ നോവലിൻ്റെ ടൈറ്റിലിലൂടെ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇതിലെ അനുപമ എന്ന കഥാപാത്രം എനിക്ക് തോന്നുന്നത് നോവലിസ്റ്റിൻ്റെ ഒരുപക്ഷെ ആത്മസ്പർശിയായിട്ടുള്ള ചില ജീവിതമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അത്രത്തോളം അനുഭവങ്ങൾ ഈ നോവലിലുണ്ട്. ശരിക്കും എന്താണ് എനിക്ക് തോന്നുന്നത്, ശരിക്കും എന്താണ് ബിന്ദു ഇന്ദിര എന്ന നോവലിസ്റ്റ് എന്നറിയണമെങ്കിൽ, അവരുടെ ജീവിതത്തിൻ്റെ ചിലതൊക്കെ അറിയണമെങ്കിൽ ഈ നോവലിലൂടെ കടന്നു പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാണ് ഒരു സ്ത്രീ തൻ്റെ ജീവിതത്തെ അതിജീവിക്കുന്നത്, അതിനെ പ്രത്യാശയോടെ കാണുന്നതും ഇതുവരെ എത്തിച്ചേർന്നതുമായ ജീവിതത്തിൻ്റെ വഴികൾ എങ്ങനെയാണ് എന്ന് ഇതിലൂടെ സൂചിപ്പിക്കുന്നു. ഈ പുസ്തകത്തിൽ ഇന്ന് ബിന്ദു എഴുതിയിട്ടുണ്ട്, പ്രപഞ്ചത്തിൻ്റെ വിശാലമായ ആകാശം തനിക്ക് കൂടി അവകാശപ്പെട്ടതെന്ന ബോധ്യത്തോടെ ചിറകിൻ്റെ ഭാരത്തെ പോലും ചിന്തിക്കാതെ സ്വയം സുരക്ഷിതയായ പെണ്ണ്, ആരുടെയും തണൽ തേടാത്തവൾ എന്നത് ഒരു തണലിലും ഒതുങ്ങി നിൽക്കാതെ അവനവനിൽ തന്നെ നിന്നുകൊണ്ട് ഇതുവരെ നമ്മുടെ ചുറ്റുപാടുകൾ സ്ത്രീകളിൽ അടിച്ചേൽപ്പിച്ച ചിലതിൽ നിന്നൊക്കെ മാറി ചിന്തിച്ചുകൊണ്ട് സ്വയം വഴി വെട്ടിത്തെളിക്കുന്ന, തന്നിൽ തന്നെ സുരക്ഷിതത്വം തേടുന്ന ഒരു പെണ്ണിനെ കൂടി ഈ നോവലിൽ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെയാണ് എന്നിൽ തളിർത്ത ഞാൻ എന്ന ആ നോവൽ, ആ ജീവിതം വല്ലാതെ പ്രസക്തമായി നമ്മുടെ മുന്നിൽ ആ നോവൽ രൂപത്തിൽ തന്നെ നിൽക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. ഇത് അനുഭവങ്ങളുടെ ഒരു നോവലാണ്. വ്യവസ്ഥകളോട് കലഹിക്കാനുള്ള ഒരു ത്വര ഇതിലെ നോവലിസ്റ്റ് ഇതിൽ കണക്കാക്കുന്നുണ്ട്. അതിന് വ്യവസ്ഥകളോട് ഒരാൾ കലഹിക്കുമ്പോൾ ഒരുപാട് ബാഹ്യമായിട്ട് ഒരാൾക്ക് ഒരുപാട് ശത്രുതകൾ, പ്രതിരോധങ്ങളൊക്കെ ഉണ്ടാവും. അതിനെ ഒരു സ്ത്രീ എങ്ങനെയാണ് നേരിട്ടത് എന്നതുകൂടി ഈ നോവൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഹൃദയരക്തം കണ്ണീരായി വരുന്ന ചില സന്ദർഭങ്ങൾ എഴുത്തുകാരിക്ക് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അനുഭവിക്കുവാൻ സാധിക്കും. അത്രത്തോളം അനുഭവങ്ങളിലൂടെ, അത്രത്തോളം തീക്ഷ്ണ വ്യഥകളിലൂടെ ഒരാൾ സഞ്ചരിക്കുകയാണ്. ഇതിൻ്റെ കവർ ഫോട്ടോയിൽ കാണാം തീവണ്ടിയുടെ ജാലകത്തിനരികിലിരിക്കുന്ന കഥാകാരി. അതൊരു സിമ്പലാണ്. ജീവിതത്തെ എങ്ങനെയാണ് ഒരാൾ കാണുന്നത്, അല്ലെങ്കിൽ ജീവിതം കടന്നു പോകുന്ന വഴികൾ, പിന്നിലേക്ക് കടന്നു പോകുന്ന വഴികളെ വിട്ടുകൊണ്ട് മുന്നിലേക്കുള്ളൊരു ജീവിതത്തെ അവർ കാണുകയാണ്. അങ്ങനെ ആ ജീവിതത്തിൻ്റെ ഏറ്റവും മികച്ച ഇടങ്ങളിലേക്ക്
തൻ്റെ സങ്കടങ്ങളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ തൻ്റെ അക്ഷരങ്ങളിലൂടെ എഴുതി പകർത്തി വെച്ചുകൊണ്ട് ജീവിതത്തെ തന്നിൽ തന്നെ തളിർപ്പിക്കുകയാണ്. തന്നിൽ ഒരാൾ തന്നെ തളിർപ്പിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. വളരെ ശക്തമായ കരുത്തുള്ള ഒരു മനസ്സിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അനുഭവത്തിൽ നിന്നുള്ള തീക്ഷ്ണമായ അനുഭവത്തിൽ നിന്നുള്ള ആ കരുത്ത് ബിന്ദു എന്നിര നേടിയിട്ടുള്ളത് കൊണ്ടായിരിക്കാം ഇത്തരമൊരു നോവലിൻ്റെ പിറവിക്ക് പിന്നിലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിവിധ സാഹചര്യങ്ങളിൽ അനുഭവങ്ങളിൽ ഒക്കെ തന്നെ കടന്നു പോകുന്ന മനുഷ്യരും ഈ നോവലിലുണ്ട്. സ്വാതന്ത്ര്യം എന്നതിനൊന്നും ചവിട്ടി മെതിക്കലല്ല, അതൊരു അനുഭൂതിതലമാണ് എന്നാണ് ബിന്ദു പറയുന്നത്. അങ്ങനെ ഒരു ആകാശത്തിലേക്ക് പറന്നുയരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉത്തരവാദിത്വത്തിൻ്റെ ഒരു ചിറകും പൊളിച്ചെഴുതേണ്ട നിയമങ്ങളുടെ മറ്റൊരു ചിറകും ഉണ്ടാകണം. അവയുടെ ഭാരമില്ലാതെ അനുഭവവേദ്യമാകണമെന്നും എഴുത്തുകാരി പറഞ്ഞു വയ്ക്കുന്നു. അങ്ങനെ വായനക്കാർക്ക് ഒരു പുതിയ ആകാശത്തെയും തന്നിൽ തന്നെ മുളയ്ക്കുവാനുള്ള അവനവനെയും തന്നെ നൽകിക്കൊണ്ടാണ് ഈ നോവൽ അവസാനിക്കുന്നത്. തീർച്ചയായിട്ടും എന്നിൽ തളിർത്ത ഞാൻ എഴുതിയ ബിന്ദു എന്നിരയ്ക്ക് എൻ്റെ ആശംസകൾ. ധാരാളം ഈ നോവൽ വായിക്കപ്പെടട്ടെ, ഒരുപാട് അംഗീകാരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. ആശംസ അറിയിക്കുന്നതിനായി ശ്രീ കനകരാജൻ സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ശ്രീ പന്ന്യൻ സാർ, പ്രിയപ്പെട്ട ഇന്നത്തെ എഴുത്തുകാരി ബിന്ദു ഇന്ദിര, ശ്രീമതി വൃന്ദ, പ്രിയപ്പെട്ട ഫേബിയൻ ബുക്കിൻ്റെ പ്രസാധകൻ ശ്രീ ഹരി, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ബഹുമാന്യരെ, ബിന്ദു ഇന്ദിരയുടെ എന്നിൽ തളിർത്ത ഞാൻ എന്ന പുസ്തകത്തിന് വളരെ ഫിലോസോഫിക്കലായ ഒരു അർത്ഥതലമുള്ളതായി ഉണ്ട്. കാരണം വളരെ പോസിറ്റീവാണ് അതിൻ്റെ അത് പുറപ്പെടുവിക്കുന്ന ശബ്ദം. കാരണം ഒരു സ്ത്രീ ഒരു ഇത്തിൽക്കണ്ണിയല്ല, ഒരു പരാതമല്ല, മറിച്ച് തന്നിലെ ശക്തി സ്വയം ഊറ്റിയെടുത്ത് മറ്റൊരാളിൽ നിന്ന് ഒന്നും പകർന്നെടുക്കാതെ തൻ്റെ ഊർജത്തിൽ നിന്ന് ഉയർക്കൊള്ളേണ്ട ഒരു ജീവിതമാണ് സ്ത്രീ എന്ന് തൻ്റെ പുസ്തകത്തിൻ്റെ പേരിലൂടെ പ്രസ്താവിക്കാൻ ഈ നോവലിസ്റ്റ് ഇവിടെ ഉദ്യമിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഈ നോവലിൻ്റെ ഏറ്റവും വലിയ ആകർഷകത ഇതിലെ കൊച്ചു കൊച്ചു അധ്യായങ്ങളാണ്. വളരെ അനായാസമായി വായിച്ചു പോകാവുന്ന രീതിയിൽ ലളിതമായി ഓരോ അധ്യായവും നമ്മൾ നോക്കിയിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ കവറിൽ കാണിച്ചിരിക്കുന്ന പോലെ തീവണ്ടി യാത്രക്കിടയിൽ റെയിൽവേ സ്റ്റേഷനുകൾ മാറി മറിഞ്ഞു പോകുന്നത് പോലെ ഓരോ അധ്യായവും വളരെ പെട്ടെന്ന് ഇതിലൂടെ കടന്നു പോകുന്നത് കാണാം. അത് വളരെ ആകർഷകമാണ്. ഈ പുസ്തകത്തിൻ്റെ പ്രധാന ആകർഷകങ്ങളൊന്നാണ്. പിന്നെ ഈ കവിയുടെ ഈ കവി എന്ന് പലപ്പോഴും പറഞ്ഞു പോകുന്നത്, പലപ്പോഴും വായിക്കുമ്പോൾ പലതരത്തും ഒരു കാവ്യാംശം നമുക്ക് ഫീൽ ചെയ്യും. പ്രധാനമായിട്ടും എഴുത്തുകാരിയുടെ ജീവിതവുമായിട്ടും ആത്മാംശവും എല്ലാം ഈ പുസ്തകത്തിൽ പ്രതിഫലിക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും നമുക്കൊരു കാവ്യഗുണം ഈ നോവലിൽ അനുഭവപ്പെടുക സ്വാഭാവികമാണ്. ഇതിൽ ചെറിയ ചെറിയ കണ്ടെത്തലുകളുണ്ട്. അത് വളരെ മനോഹരമാണ്. ഇതിൽ ഈ നായിക ഇതിലെ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ പഞ്ചാബിൽ നിന്ന് നാട്ടിലേക്ക് വന്ന് താമസിക്കുന്ന കുട്ടിയാണ്. ഈ കുട്ടിക്ക് ഒരു ഏലിയനേഷൻ, ഒരു അപരിചിതത്വം വരുന്നുണ്ട്. കുട്ടിയുടെ ഗൃഹാതുരത മുഴുവനും പഞ്ചാബുമായിട്ട് ബന്ധപ്പെട്ടാണ്. എങ്കിലും ഇവിടെ വന്നു കഴിയുമ്പോൾ കുട്ടിയുടെ ജീവിതത്തിലുണ്ടാകുന്നൊരു മാറ്റത്തിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു സാധനം, സ്കൂളിൽ പോയി കഴിഞ്ഞ ശേഷം ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ ഈ കുട്ടിക്ക് സന്തോഷം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അത് പ്രത്യേകം പ്രസ്താവിക്കുന്നുണ്ട്. ഞാൻ മറ്റൊരാളായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് അതിയായ ആനന്ദം കിട്ടുന്നുണ്ട്. അപ്പോൾ വർത്തമാനം ആനന്ദം ജനിപ്പിക്കുന്ന ഒരു ഘടകമാണ് എന്ന് കണ്ടെത്തുന്നത് സ്വയം ആ കുട്ടി അംഗീകരിക്കപ്പെടുന്നു എന്നുള്ള തോതിൽ നിന്നുണ്ടാകുന്നതാണ്. ഇത്തരം ചില രസകരമായ കണ്ടെത്തലുകൾ ഇതിൻ്റെ ഒരു പ്രത്യേകത. കാരണം മനുഷ്യൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ആനന്ദകരമായൊരു പ്രവൃത്തിയാണ് എന്ന് രസകരമായിട്ട് ഈ നോവലിൽ പറയുന്നുണ്ട്. പിന്നെ ഇതിൽ വേറൊരു കണ്ടെത്തലുണ്ട്, രസമാണ്. നമ്മൾ മാറുകയല്ല, രൂപാന്തരപ്പെടുകയാണെന്നാണ് പറയുന്നത്. ഈ വാക്കുകൾക്ക് വലിയ വ്യത്യാസമില്ല, മാറുകയും രൂപാന്തരപ്പെടുക എന്നുള്ളത് വലിയ വ്യത്യാസമില്ലെങ്കിലും ഈ മാറുക എന്ന് പറയുന്നത്
നമ്മൾ ജീവിത സാഹചര്യത്തിനനുസരിച്ച് ഓരോ ആവരണങ്ങളെടുത്ത് അണിയുകയാണ്. പക്ഷേ ഇവിടെ നോവലിസ്റ്റ് കണ്ടെത്തുന്നത് വേറെ രീതിയിലാണ്. പുതിയ പുതിയ അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ രൂപപ്പെടുന്നത്. അത്തരം രൂപപ്പെടലുകളിൽ ഒരു രൂപാന്തരം, ആ ഒരു മറ്റൊന്നിൽ നിന്ന് വേറൊന്നായി മാറുന്ന ഒരു രൂപാന്തര പ്രക്രിയ നടക്കുക. ഈ രൂപാന്തര പ്രക്രിയ നടക്കുമ്പോൾ പുതിയ പുതിയ അനുഭവങ്ങൾ പഴയ അനുഭവങ്ങളെ മൂടുകയും പഴയ അനുഭവങ്ങളെ നമ്മൾ ചെറുതായി വിസ്മരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് പുതിയ ലോകത്ത് മാത്രം ജീവിക്കാൻ നമ്മളെ അത് പഠിപ്പിക്കുകയും ചെയ്യും. എന്ന് കരുതിയാൽ നമ്മളെ തെറ്റല്ല, പുതിയ അനുഭവങ്ങൾ നമ്മൾ മാറ്റിവരുത്തുന്ന ഒരു വ്യത്യാസമാണ്, അതൊരു പരിണാമത്തിൻ്റെ ഒരു ഘടകമാണ്. അതുകൊണ്ട് അതിനൊരു തെറ്റായിട്ട് കാണരുത് എന്നുള്ളൊരു സന്ദേശം ഈ നോവലിൽ കാണാം. മറ്റൊന്ന്, ഇതിലൊരു പ്രസ്താവനയുണ്ട്, പെൺകുട്ടികൾ റോസാപ്പൂക്കളാവരുത്, കടലാസ് പൂക്കളാവണമെന്ന്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര നിരാശ തോന്നും. കാരണം കടലാസ് പൂക്കൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം യാതൊരു ഗന്ധവും ഒന്നും സൗരഭ്യമൊന്നുമില്ലാത്ത തീരെ മൃദുലമല്ലാത്തൊരു പുഷ്പമാണ്. പക്ഷേ റോസാപ്പൂവിന് ഒരു പ്രശ്നമുണ്ട്, സൗന്ദര്യവും സൗരഭ്യവും ഉണ്ടെങ്കിലും അതിൻ്റെ ഇതളുകൾ അടർന്ന് വീണ് കഴിഞ്ഞാൽ അതിന് യാതൊരു പ്രസക്തിയില്ല. അങ്ങനെ ഇതളുകൾ അടർന്ന് വീഴാതെ ഈ മുള്ളുകൾക്കിടയിൽ നിൽക്കുമ്പോഴും ഇതളുകൾ അടർന്ന് വീഴുമ്പോൾ അതിൻ്റെ പ്രസക്തിയും അതിൻ്റെ സൗന്ദര്യവും നഷ്ടപ്പെടുന്നു. പക്ഷേ കടലാസ് പൂവിന് ഒരിക്കലും അതിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടുന്നില്ല. അത് വാടിക്കഴിഞ്ഞാലും ദീർഘകാലം നിൽക്കും. ആക്ച്വലി അത് വാടുന്നില്ല എന്നുള്ളൊരു സന്ദേശം തരുന്നുണ്ട്. അതുപോലെ സ്ത്രീകൾ എപ്പോഴും ശക്തമായിട്ട് മുന്നേറാൻ പറ്റണം, അവരെ തളർന്ന് വീഴുന്നവരാകരുത് എന്നുള്ളൊരു സന്ദേശം ഈ നോവലുകളിൽ അവിടെ നമുക്ക് കാണാൻ പറ്റും. ഇത്തരം ധാരാളം ആത്മാംശമുള്ള കണ്ടെത്തലുകൾ ഈ നോവലിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. ഇത് തീർച്ചയായിട്ടും ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു കുട്ടിയുടെ വളർച്ചയുടെ വികാസത്തിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് ഇതിലൂടെ കാണാൻ പോകുന്നത്. അതിലൂടെ സ്ത്രീത്വത്തിൻ്റെ ശക്തമായ ഉയർത്തെഴുന്നേൽപ്പ് അടയാളപ്പെടുത്താൻ ബിന്ദു ഇന്ദിരയ്ക്ക് കഴിയുന്നുണ്ട്. ബിന്ദു ഇന്ദിരയുടെ സാഹിത്യ ജീവിതത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയും അതോടൊപ്പം ഫേബിയൻ ബുക്സ് ഈ പുസ്തകം പ്രസാദനം ചെയ്യാൻ കാണിച്ച താല്പര്യത്തിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ആശംസകൾ. മറുപടി പ്രസംഗത്തിനായി ശ്രീമതി ബിന്ദു മാമിനെ ക്ഷണിക്കുന്നു. വളരെ നന്ദി ശ്രീ പന്യൻ സാറ്, ശ്രീമതി വൃന്ദ, ശ്രീ കനകരാഘവൻ സാറ്, പിന്നെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത അനഘ, എല്ലാവർക്കും എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോരുത്തരും നന്ദി പറയുന്നു. എന്നെ അടയാളപ്പെടുത്താൻ കിട്ടിയ ഒരു സമയമാണിത്. കാരണം ഓരോരുത്തരും ജനിച്ചു മരിക്കുക എന്നത് സാധാരണ ഒരു പ്രതിഭാസം തന്നെയാണ്. പക്ഷെ അതിനപ്പുറം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈ ഭൂമിയിൽ അവശേഷിപ്പിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു വലിയ കാര്യമാണ്. അത് എഴുത്തിലൂടെയല്ല, അവനവൻ്റെ സ്വന്തം ജനിച്ചു മരിക്കുക എന്ന സ്വാഭാവിക പ്രക്രിയയ്ക്കപ്പുറം നമുക്ക് എന്തെങ്കിലുമൊക്കെ അത് ഏത് തലത്തിലാണേലും നിന്ന് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. അങ്ങനെ എന്നെ അടയാളപ്പെടുത്താൻ എനിക്ക് പറ്റിയ ഒരു സന്ദർഭമായിട്ട് കാലം തിരഞ്ഞെടുത്ത ഒരു വേദിയാണിത്. ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്ന എൻ്റെ രണ്ടാമത്തെ പുസ്തകമാണിത്. ഇതിന് തൊട്ട് മുമ്പ് ഒരു പ്രണയ കവിതാ സമാഹാരമാണ് പ്രസിദ്ധീകരിച്ചത് കഴിഞ്ഞ വർഷം ഇവിടെ തന്നെ. അതിനും കാലത്തിനോട് ഞാൻ നന്ദി പറയുന്നു. കാലത്തിനാണ് ഞാൻ നന്ദി കൊടുക്കുന്നത്, കാരണം അത്ര വലിയ ഈശ്വരവിശ്വാസിയൊന്നുമല്ല ഞാൻ. പിന്നെ അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞ പോലെ ഒരു കൊച്ചു കുട്ടിയുടെ ക്രമാനുഗതമായ വളർച്ചയിലൂടെ ഒരു സ്ത്രീയെ അടയാളപ്പെടുത്തുകയാണ്. ആർക്കും മേലെയല്ല, ആർക്കും താഴെയുമല്ല. കാരണം ഇവിടെ ഓരോ അനുപമ എന്ന കൊച്ചുകുട്ടി താൻ അറിഞ്ഞ തലത്തിൽ നിന്നും താൻ വളർന്ന സാഹചര്യത്തിൽ നിന്നും പെട്ടെന്ന് നാട്ടിലേക്ക് പറിച്ചെറിയപ്പെടുകയാണ്. അവിടെ താൻ കണ്ട സ്കൂളും താൻ കണ്ട ചുറ്റുപാടും താൻ കണ്ട അന്തരീക്ഷവും വേറെയാണ്. ഇവിടെ എത്തിയപ്പോഴാട്ടെ എല്ലാ കഥകളിലെയും പോലെ ഒരു മുത്തശ്ശി അവളുടെ സ്വാതന്ത്ര്യത്തിന് ചങ്കലയിടുന്നു. പക്ഷെ അവളെപ്പോഴും അനുചിതമായ വ്യവസ്ഥിതിയോടെ, ഉചിതമല്ലാത്ത വ്യവസ്ഥിതികളോട് കലഹിക്കാൻ മനസ്സിൽ അഭിവാഞ്ചിയുള്ളവളാണ്. എന്നിട്ടും അവൾക്കൊന്നും മിണ്ടാനാകാതെ വരുന്നു. താൻ സമ്മതിക്കുന്നത് അത്രയും പുസ്തകങ്ങളോട് മാത്രമായി തീരുന്നു.
അങ്ങോട്ട് എവിടെയും വിലക്കുകൾ നേരിട്ട് ജീവിക്കുന്നു. തന്നെ ഒരു സ്ത്രീയെ രക്ഷപ്പെടുത്തേണ്ടത് എപ്പോഴും വേറെ ആരോ ആണെന്ന മിഥ്യാധാരണ അവളിൽ നിറച്ചുകൊണ്ടാണ് കാലം അല്ലെങ്കിൽ അവളുടെ സാഹചര്യം അവളെ വളർത്തുന്നത്. അതങ്ങനെ തന്നെയാണെന്ന് അവൾ വിശ്വസിക്കുമ്പോഴും അതിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു ത്വര അവളിൽ ഉണ്ടാകുന്നു. അങ്ങനെ എല്ലാവരും പറഞ്ഞ ഒരു സഞ്ചാരത്തിന് പോലും അല്ലെ ആ അനുപമയ്ക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട അതാണ് സ്പോർട്സ് എന്നുള്ളത്. പക്ഷെ അതിന് പോലും അവൾക്ക് അവിടെ വിലക്കുകൾ നേരിടുന്നു. അങ്ങനെ മറ്റുള്ളവരോട് മിണ്ടാനുള്ള ഒരു ഇഷ്ടം പോലും അല്ലെങ്കിൽ ഒരു പ്രകടനാത്മകത പോലും നഷ്ടപ്പെട്ട ഉൾവലിഞ്ഞ് ജീവിക്കുന്ന പെൺകുട്ടിയാണ്. വിവാഹശേഷം തനിക്ക് എന്തൊക്കെയോ കിട്ടുമെന്ന് ധരിപ്പിച്ച് വളർത്തിയ ഒരു പെൺകുട്ടി. പക്ഷെ അവൾക്കവിടെ കഠിനമായ യാഥാർത്ഥ്യങ്ങളാണ് നേരിടേണ്ടി വന്നത്. ഇത് ഞാൻ അനുപമ എന്ന കഥാപാത്രത്തിലൂടെയാണ് പറയുന്നതെങ്കിലും അനുപമ എന്നത് ഞാൻ മാത്രമല്ല, ഞാൻ കണ്ടിട്ടുള്ള സ്ത്രീകളും കൂടി ചേർന്നതാണ്. അതായത് സ്ത്രീയെ എപ്പോഴും ചവിട്ടി താഴ്ത്തുന്ന വ്യക്തിയല്ല പുരുഷൻ എന്ന് ഞാൻ പറയുന്നുണ്ട്. കാരണം ഇവിടെ അനുപമയെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, വിനീഷ് രാഘവൻ എന്ന സാഹിത്യകാരൻ. കാരണം അവളിലേക്ക് ഒന്നും ചോദിക്കാതെ, അവളോട് ഒന്നും മിണ്ടാതെ, അവളോട് ചോദിക്കേണ്ട സമയങ്ങളിൽ മാത്രം അവൾ ചോദിക്കുകയും അവളെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തി. അവൾക്ക് ഏറ്റവും അവസാനം ഒറ്റപ്പെട്ടു പോയ ഒരു ജീവിതത്തിനൊടുവിൽ അച്ഛൻ എന്ന തണൽമരത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ അച്ഛനും അവിടെ ഇല്ലാതായി എന്നൊരു ബോധ്യത്തിൽ നിന്ന് അവൾ ഭയങ്കരമായ ഒരു വ്യതയിലേക്ക് സഞ്ചരിക്കുന്നു. ആ വ്യതയിൽ നിന്ന് അവളെ ഉയർത്തി എഴുന്നേൽപ്പിച്ചിട്ട് നിനക്ക് കൂടിയുള്ളതാണ് ഈ ഭൂമി അല്ലെങ്കിൽ ഈ ആകാശം എന്ന് അവളോട് പറയുന്നുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങൾ മറന്നു. അങ്ങനെ പറഞ്ഞിട്ട് അവളെ ആ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന ഒരു കഥാപാത്രവും കൂടിയുണ്ട്. അവൾക്കെല്ലാം എല്ലാം അവളുടെ അച്ഛനായിരുന്നു. അച്ഛൻ കഴിഞ്ഞാൽ പിന്നെ അവളെ ഏറ്റവും അധികം മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു രണ്ടാമത്തെ വ്യക്തി വിനീഷ് രാഘവൻ എന്ന സാഹിത്യകാരനാണ്. അയാളുടെ ചുംബനം ആദ്യമായിട്ട് ഏറ്റുവാങ്ങുമ്പോൾ അവളുടെ അച്ഛനെയാണ് ഓർക്കുന്നത്. കാരണം അച്ഛൻ കഴിഞ്ഞാൽ പിന്നെ ഇത്ര സ്വാതന്ത്ര്യത്തോടെ തന്നെ ചുംബിച്ചിട്ടുള്ള, ഇത്ര സ്നേഹത്തോടെ, ഇത്ര സ്നേഹവായ്പോടെ തന്നെ ചുംബിച്ചിട്ടുള്ള ഒരു പുരുഷൻ വിനീഷ് രാഘവൻ എന്ന വ്യക്തിയാണ്. ഓരോ സമയത്തും അവൾക്ക് അവളെ തിരുത്തപ്പെടാനായിട്ട് പലരും വരുമ്പോഴും അവൾ അതൊക്കെ മറന്നുകൊണ്ട് തൻ്റെ കടമകളിൽ ഉറച്ചു നിന്ന് ജീവിക്കണം എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്നു. പക്ഷേ ഓരോ സന്ദർഭങ്ങളിൽ അവളോട് പറയുന്നുണ്ട്, ഡോക്ടർ ജലജയുടെ ഒരു സൈക്കോളജിസ്റ്റിന്റെ രൂപത്തിൽ അവളോട് പറയുന്നുണ്ട്, നീ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? നീ ദേവതയായി ജീവിച്ചിട്ട് നിനക്ക് എന്ത് നേടാനാണ്? ദേവതയായി ജീവിച്ചവർ ദേവതയായി മരിക്കുക എന്നതേ ഉള്ളൂ, അല്ലാതെ നിനക്ക് വേണ്ടി ആരും അമ്പലം പണിയത്തില്ല. കുറച്ചുനാൾ ചിലരുടെ മനസ്സിൽ നീ ഓർമ്മയിലുണ്ടാവും. അത് അവർക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. കാരണം മനുഷ്യരെ മറക്കാൻ കുറച്ച് നാൾ വേണമെന്നത് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അങ്ങനെയാണ് അവൾ മാറിത്തുടങ്ങണമെന്ന് അവിടെ ചെറുതായിട്ട് ചിന്തിച്ചു തുടങ്ങുന്നത്. പക്ഷെ സ്വന്തം പങ്കാളിയിൽ നിന്ന് നേരിടേണ്ടി വരുന്ന ജീവിതാനുഭവങ്ങളെ പലതും നേരിടേണ്ടി വരുമ്പോഴും അവൾക്ക് അയാളെ ഉപേക്ഷിക്കാൻ തോന്നുന്നില്ല. കാരണം ഉപേക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തി അവിചാരം അല്ലെങ്കിൽ ഒരു സഹനത്തിൻ്റെ അപ്പുറം ഉപേക്ഷിക്കപ്പെടുക എന്നുള്ള, ഒരാളെ ഉപേക്ഷിക്കുക എന്നുമ്പോഴും അയാളെ സേഫായ അല്ലെങ്കിൽ സുരക്ഷിതമായ ഒരു സ്ഥലത്തെ ഉപേക്ഷിക്കാനാണ് മനസാക്ഷിയുള്ള എല്ലാവരും ശ്രമിക്കുന്നത്. ഇവിടെ അയാൾക്ക് പോകാൻ വേറൊരിടമില്ല. പക്ഷെ അയാളുടെ അതിക്രമങ്ങൾക്ക്, സഹനത്തിനും ഒരു പരിധി, അവൾക്ക് സഹനത്തിനപ്പുറം അവൾക്ക് പരിധിയുടെ സഹനങ്ങൾ കടന്നു പോകുമ്പോഴാണ് അവൾ അതിനെ വേണ്ട എന്ന് വെക്കുന്നത്. കാരണം എല്ലാവരും താനും തൻ്റെ പെൺകുട്ടികളും അടങ്ങിയ ജീവിതത്തിലേക്ക് ഒരു രാത്രി അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചുകൊണ്ട് വരുന്ന പുരുഷനെ ആട്ടിയിറക്കി വിടുന്നിടത്ത് വെച്ച് അവൾ മാറി ചിന്തിക്കുന്നു. അങ്ങനെ എല്ലാ സഹനത്തിനും അപ്പുറത്താണ് അവളത് ചിന്തിക്കുന്നത്. പിന്നെ അവൾ അവിടെ വെച്ച് ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്.
പലരും ചിന്തിക്കുന്നവർ പറയുന്നുണ്ട്, പെണ്ണിൻ്റെ കൂടെ ഒരാണുണ്ടാവണം, അവൻ എത്ര മോശമാണെങ്കിലും ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ അവനെ സഹിച്ചേ പറ്റൂ. ഭാവിയിൽ അവളെത്തുന്ന മേഖലകളിലെല്ലാം ആണിൻ്റെ സാന്നിധ്യം കൂടിയില്ലെങ്കിൽ അവൾ അപഹാസ്യയാവും, അവമാനിതയുമാവും. കുട്ടികളുണ്ടെങ്കിൽ അവരെയും അത് ബാധിക്കും. എന്നെ തല്ലാനാണെങ്കിലും അത് ഞാൻ വീട്ടിൽ വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് എനിക്കും 2 പെൺകുട്ടികൾക്കും പേടിയില്ലാതെ അന്തിക്ക് പുരയിൽ കിടന്നുറങ്ങാമെന്ന ജീവിതഗന്ധിയായ സംഭാഷണം കേട്ടതപ്പോൾ ഓർമ്മ വരുന്നു. അതേപോലെ ഒരു സ്ത്രീയാണ് ഞാൻ. കുട്ടികൾ വളരും, സംരക്ഷണം വേണം. അപ്പം ഇവിടെ അവൾ അവസാനം തിരിച്ചറിയുകയാണ്, സ്വാതന്ത്ര്യം കൊണ്ട് സുരക്ഷിതത്വം ഉണ്ടാവില്ല. സ്വാതന്ത്ര്യത്തിൻ്റെ ആകാശത്തിലേക്ക് പറന്നെഴുതണമെങ്കിൽ നമുക്ക് 2 കഠിനമായ തീരുമാനങ്ങൾ ഉണ്ടാവണം. ഒന്ന്, ഉത്തരവാദിത്തത്തിൻ്റെ ഒരു ചിറകും. ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ഒരു മാനസികമായ ബലം ആർജിച്ചിട്ട് സ്വാതന്ത്ര്യത്തിലേക്ക് പറന്നു കയറാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പൊളിച്ചെഴുതപ്പെടേണ്ട നിയമങ്ങളുടെ മറ്റൊരു വശവും ഉണ്ടായിരിക്കണം. നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് പറന്നു വരുമ്പോൾ സ്വാതന്ത്ര്യത്തിൽ ആരുടെ ഔദാര്യമല്ല സ്വാതന്ത്ര്യം എന്നത്. പക്ഷെ അങ്ങനെ പറന്നു വരുമ്പോൾ നമ്മൾ ഈ 2 ചിന്തകളെയും കൂടി മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് വേണം മാറാൻ. അതുപോലെ തന്നെ ഈ ഇവിടെ ഇപ്പോൾ ഈ അവസാനം അവൾ FB തുറന്ന് സുനിത വില്യംസിൻ്റെ ആകാശത്ത് നിന്ന് എടുക്കുന്ന ക്ലാസ് കാണുകയാണ്. ശൂന്യാകാശത്ത് നിന്ന് എടുക്കുന്ന ക്ലാസ് കണ്ടിട്ട് അവൾ ആലോചിക്കുകയാണ്, ശരിയായ നിലപാടുകളിൽ ഉറച്ചു നിന്ന് ജീവിക്കുന്ന ഒരു സ്ത്രീക്ക് മരണമുഖം എന്നൊന്നില്ല. അത് അവളെപ്പോഴും ശരികളെ കണ്ടെത്തി ജീവിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ നോവൽ അവസാനിക്കുന്നു. ഈ നോവൽ എല്ലാവരും, അനുഭവം എന്ന കഥാപാത്രം നിങ്ങളിലേക്ക് എത്തണമെന്ന ആഗ്രഹത്തോടെ, പുസ്തകം എല്ലാവരിലേക്കും എത്തണമെന്ന ആഗ്രഹത്തോടെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. പുസ്തക പ്രകാശന ചടങ്ങ് അവസാനിച്ചതായി അറിയിച്ചുകൊള്ളുന്നു.